സ്വന്തം മഹലിൽ നിന്ന് പടിയിറങ്ങുന്നതിന് മുൻപ് ഈ ഉസ്താദ് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, നമ്മുടെ നെഞ്ചിലാണ് ഈ വാക്കുകൾ തറയേണ്ടത്. അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഈ ഒരു വിഷയം നിങ്ങളെ ധരിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ എനിക്കിവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ പോയി കൂടിയിരിക്കുന്ന പല ആളുകൾക്കും സത്യം എന്താണെന്ന് അറിയില്ല. ഇവരൊക്കെ ഞാൻ പോകുമ്പോൾ ഇനി എന്നെ വേറെ രൂപത്തിൽ പലതും പറയും. ഇപ്പൊ തന്നെ എന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എന്റെ പോക്കറ്റ് നിറയ്ക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന ആരോപണം ഇപ്പൊ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ അറിയണം, ഒരു വർഷമായിട്ട് എന്റെ വീടിന്, ഞാനൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തിന് തീർ നടത്താൻ വേണ്ടിയിട്ട് 3 ലക്ഷം രൂപ കൊടുക്കാത്തതിന്റെ പേരിൽ ആ തീർ നടക്കാതിരിക്കുക. ഇവിടെ ഒരുപാട് സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ആളുകളുണ്ട്. ആശിമാജി മണവാട്ടി അടക്കം, ഒനിയൻ അൻസാരി അടക്കം, ഷിജാസ് അടക്കം ഒരുപാട് ആൾക്കാരുണ്ട്. ഒരാളോടെങ്കിലും ഈ വിഷയം ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് നിങ്ങൾ ചോദിക്കണം. അങ്ങനെ സാമ്പത്തികമായ ആരോപണം വരെ ഉന്നയിച്ചുകൊണ്ട് ഒരാളിങ്ങനെ കരിവാരിച്ചേച്ചുകൊണ്ട് പറഞ്ഞയക്കുമ്പോൾ ഇനിയൊരു ഉസ്താദ് ഈ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ആ ഉസ്താദിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ സംസാരിച്ചത്. ഒരുപക്ഷെ ഇതിന്റെ പേരിൽ എനിക്ക് മറ്റു മഹലുകളൊന്നും ജോലി കിട്ടിയെന്ന് വരില്ല, ശരി, സമ്മതിച്ചു. എങ്കിലും ഈ ഒരു തെറ്റിനെ തെറ്റായിട്ട് തന്നെ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള വിശ്വാസികളെ, നമ്മൾ ദീനിയായ കാര്യങ്ങൾ ഒരുമിച്ചവരാണ്, ദീനിൽ വിശ്വസിക്കുന്നവരാണ്, ദീനനുസരിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ആ ദീനെ മുറുകെ പിടിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. അതുകൊണ്ട് എന്റെ വാക്കിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ആർക്കെങ്കിലും എന്തെങ്കിലും മോശമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പൊരുത്തപ്പെട്ട് തരണമെന്നും എന്റെ കുടുംബത്തിനും എനിക്കും വേണ്ടി ദുആ ചെയ്യണമെന്നും എന്റെ മക്കൾ പട്ടിണിയാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയോ മഹല്ലുകളിൽ ആ മഹലിന് വേണ്ടി ജീവിച്ച, ആ മഹല്ലിലൊരു അംഗമെന്ന് നിലയ്ക്ക് വിശ്വസിച്ചു പോന്നിരുന്ന ഒരുപാട് ഉസ്താദുമാർ അൺഎക്സ്പെക്റ്റഡായിട്ട് ജോലി നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ കണ്ണീരോടുകൂടി ഇറങ്ങിപ്പോന്നിട്ടുണ്ടാവുമെന്നറിയോ. ഈ ഉസ്താദ് ആരാണെന്നോ മഹല്ലേതാണെന്നോ ഞാൻ പറയുന്നില്ല. ഉസ്താദുമാരോടാണ്, നിങ്ങൾ എവിടെ ജോലി ചെയ്യുമ്പോഴും ആ നാട്ടുകാരനായിട്ട് നിൽക്കണ്ട, നിങ്ങളുടെ ഇമോഷണൽ കണക്ഷനൊന്നും അവിടെ വേണ്ട. ഒരു ജോലി അല്ലെങ്കിൽ ഇതുപോലെ കണ്ണീരോടുകൂടി നിങ്ങൾ ഇറങ്ങി വരേണ്ടി വരും. സ്വന്തം വീട്ടിലെ വിഷമങ്ങളോ പ്രയാസങ്ങളോ പറയാത്ത എത്രയോ ഉസ്താദുമാരുണ്ട്. എന്നിട്ട് ആ മഹലിൽ, തൊട്ടടുത്ത മഹലിലെ ആളുകൾക്ക് വേണ്ടി പണപ്പിരിവ് നടത്തിയിട്ട് അവരുടെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കുന്ന ആളുകളുണ്ട്. ഈ ഉസ്താദുമാരുടെ ഇസ്സത്ത് നശിപ്പിക്കുന്ന രീതിയിൽ ആ ഉസ്താദുമാരെ കണ്ണീരോട് കൂടിയിട്ട് ആ നാട്ടിൽ നിന്ന് ഓടിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെ എത്രയോ ഉസ്താദുമാരുടെ കണ്ണീര് വീണ മഹല്ലുകളുണ്ട്. പല ഉസ്താദുമാരും അതൊരു പകയായിട്ട് കൊണ്ടു നടക്കാത്തത് കൊണ്ട് മാത്രമാണ് ആ മഹലിന് കുഴപ്പങ്ങളില്ലാത്തത്. ഗ്രൂപ്പിൻ്റെ പേരിലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പണച്ചാക്കുകളായ ആളുകളുടെ കുടുംബത്തെ റെസ്പെക്റ്റ് ചെയ്തില്ല എന്ന പേരിലാവാം. എത്ര ഉസ്താദുമാരെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞു ഓടിക്കാന്നറിയോ. ഉസ്താദുമാരെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ റമദാനൊക്കെ വരുന്നൊരു സമയത്ത് അതിൻ്റെ ഒരു സീസണാണ്. ആ സമയത്ത് മുൻകൂർ നോട്ടീസൊക്കെ ഓർത്ത് ഒഴിവാക്കാം. പക്ഷേ ഒരു ഉസ്താദുമാരുടെയും കണ്ണീര് കുടിപ്പിച്ചിട്ട് നമ്മൾ ആ മഹലിൽ നിന്ന് പറഞ്ഞാക്കരുത്. ഉസ്താദുമാർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ഇടപെടൽ കൊണ്ട് ആ നാട്ടിലെ പരസ്പരം അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നമ്മുടെ ആദർശങ്ങൾ പറഞ്ഞിട്ടോ നമ്മുടെ പ്രസംഗങ്ങളിലൂടെയോ നാടിനെപ്പോഴും നന്മയുണ്ടാക്കുന്ന, നാടൊരുമിപ്പിക്കുന്ന, നാടിനെ ഒന്നിപ്പിക്കുന്ന വാക്കുകളാണ് ഉണ്ടാവേണ്ടത്. നാടിലൊരു കാലുഷ്യമുണ്ടാക്കുന്ന, നാടിൽ ഭിന്നതയുണ്ടാക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ഒരു ഉസ്താദുമാരെ കയ്യിൽ നിന്നുണ്ടാവരുത്. എന്താ